നമസ്കാരം. നൂറ്റാണ്ടുകളായി ക്രിസ്ത്യൻ ചരിത്രത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട്. പുതിയ നിയമത്തിൽ പോലും ഉൾപ്പെടുത്തിയ ഒരു പുസ്തകം എന്തുകൊണ്ട് ബൈബിളിൽ ഉൾപ്പെടുത്തിയില്ല എന്ന ചോദ്യം. യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പോലും സജീവമായിരുന്ന ആ പുസ്തകം സഭാ നേതൃത്വം എന്തുകൊണ്ടായിരിക്കും ബൈബിളിൽ ഉൾപ്പെടുത്താതിരുന്നത്? കാലപ്പഴക്കം കൊണ്ട് ഇല്ലാതായ ഒരു പുസ്തകത്തിൻ്റെ കഥയല്ല, കരുതിക്കൂട്ടി സഭാ നേതൃത്വം ഇല്ലാതാക്കിയ ഒരു പുസ്തകത്തിൻ്റെ കഥയെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. ഹായ് ഹലോ, ഞാൻ അഭിലാഷ്. വെൽക്കം ടു ട്രൂ ഫോക്കസ് വിത്ത് അബി. സഭാ നേതൃത്വവും റോമൻ ചക്രവർത്തിമാരും ഇല്ലാതാക്കി കളഞ്ഞ ഹാനോക്കിൻ്റെ പുസ്തകത്തെക്കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത്. യേശുവും ശിഷ്യന്മാരും ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ പുസ്തകം വളരെ സജീവമായിരുന്നു. മാലാഖമാരെക്കുറിച്ചും വിധിയെക്കുറിച്ചും മനുഷ്യപുത്രന്റെ വരവിനെക്കുറിച്ചും യേശു ഹാനോക്കിന്റെ പുസ്തകത്തിലെ ആശയങ്ങൾ കൂടിയാണ് പ്രചരിപ്പിച്ചത്. സ്വർഗത്തിൽ നിന്നും വീണുപോയ മാലാഖമാരെക്കുറിച്ചും നെഫിലീം എന്ന് വിളിക്കപ്പെടുന്ന ഭീമന്മാരെക്കുറിച്ചും സ്വർഗീയ സിംഹാസനത്തെക്കുറിച്ചും വിശ്വസിച്ചിരുന്നവർക്കിടയിലൂടെയാണ് യേശു നടന്നത്. ഇതിൻ്റെ അർത്ഥം യേശുവും യേശുവിൻ്റെ സഹോദരൻ യൂദയും ആദിമ അപ്പോസ്തലന്മാരും ഹാനോക്കിന്റെ പുസ്തകത്തെക്കുറിച്ച് അറിയുക മാത്രമല്ല, അതിൽ സ്വാധീനിക്കപ്പെട്ടുവെന്നും തെളിയിക്കുന്നു. എന്നാൽ സഭാ നേതൃത്വം ഈ പുസ്തകം അപകടമാണെന്ന് മനസ്സിലാക്കി ബൈബിളിൽ നിന്നും അതിനെ പൂർണ്ണമായി ഒഴിവാക്കി. പരസ്യ വായനയ്ക്ക് യോഗ്യമല്ലെന്ന് പ്രഖ്യാപിച്ച് ആ പുസ്തകത്തെ വിസ്മൃതിയിലേക്ക് തള്ളിവിട്ടു. റോമൻ സാമ്രാജ്യത്തെ പോലും ഭയപ്പെടുത്തുന്ന എന്ത് ദർശനങ്ങളാണ് ഹാനോക്കിന്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്? റോമൻ സാമ്രാജ്യത്തെ പോലും ഭയപ്പെടുത്തുന്ന എന്ത് ദർശനങ്ങളാണ് ഹാനോക്കിന്റെ പുസ്തകങ്ങളിൽ ഉണ്ടായിരുന്നത്? പുതിയ നിയമത്തിലെ അവസാന ശബ്ദങ്ങളിലൊന്ന് ഹാനോക്കിനെ പ്രവാചകനായി വിളിക്കുന്നുവെന്ന് ഉള്ളതും സംശയത്തിനിടവരുത്തുന്നു. യേശുവിൻ്റെ സഹോദരനായ യൂദ ഹാനോക്കിന്റെ പുസ്തകത്തിലെ വരികൾ ദൈവവചനമെന്ന പോലെ നേരിട്ട് ഉദ്ധരിക്കുന്നുണ്ട്. ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാൻ തൻ്റെ 1000 വിശുദ്ധന്മാരുടെ കൂടെ വന്നിരിക്കുന്നു എന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ വരികളല്ല, മറിച്ച് ഹാനോക്കിന്റെ പുസ്തകത്തിലെ വരികളാണ്. യൂദ അദ്ദേഹത്തെ ഉദ്ധരിക്കാൻ മടിച്ചില്ല എന്ന് മാത്രമല്ല, യേശു തന്നെ ഹാനോക്കിന്റെ ദർശനങ്ങളെ പ്രതിധ്വനിച്ചുവെങ്കിൽ യേശുവിൻ്റെ പിൻതലമുറക്കാർ എന്തുകൊണ്ടായിരിക്കും ഈ ദർശനങ്ങളെ ഹാനോക്കിന്റെ പുസ്തകത്തെ കുഴിച്ച് മൂടിയത്? ആദിമ സഭയുടെ കാലഘട്ടത്തിൽ ഈ ചോദ്യം പലരെയും പേടിപ്പിച്ചിരുന്നു. ക്രിസ്തുമതം റോമൻ സാമ്രാജ്യത്തിൽ ഏകീകരിക്കപ്പെട്ടതോടുകൂടി ഏകീകൃത വിശ്വാസത്തിനു വേണ്ടി ഒരു ബൈബിൾ, ഒരു നിയമം, ഒരു ശബ്ദം വേണമായിരുന്നു. അതിനുവേണ്ടി നേരും ശക്തിയുമുള്ള വാക്കുകൾ, പ്രവചനങ്ങൾ, ദർശനങ്ങൾ, പുസ്തകങ്ങൾ അവർ ഇല്ലാതാക്കി. മറ്റ് പുസ്തകങ്ങളെ പോലെ തന്നെ ഹാനോക്കിന്റെ പുസ്തകത്തെയും അവർ എന്നേക്കുമായി കുഴിച്ചു മൂടി. ഭരണാധികാരികളെക്കുറിച്ചും അവർക്കുണ്ടാവുന്ന വിധിയെക്കുറിച്ചുമൊക്കെ ആ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരുന്നു. അതുതന്നെയാണ് റോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാർക്ക് ഈ പുസ്തകം ഒരു വെല്ലുവിളിയായതും അവർ അതിനെ ബൈബിളിൽ നിന്നും പരിപൂർണമായി തുടച്ച് നീക്കിയതും.